അനന്തമായ പ്രകാശത്തിൽ തിളങ്ങുന്ന 1000 സൂര്യന്മാരുടെ ഊർജം ഒളിപ്പിച്ച ഒരു ദിവ്യാസ്ത്രം. അതാണ് സുദർശന ചക്രം. ഭഗവാൻ വിഷ്ണുവിന്റെ കൈയിലേന്തി ധർമ്മത്തെ സംരക്ഷിക്കാൻ അവതരിച്ച ആ അസ്ത്രത്തിന് 108 മൂർച്ചയേറിയ അരിവുകളാൽ നിർമ്മിതമാണ്. ഏതൊന്നിനെയും നിമിഷാർദ്ധം കൊണ്ട് ഛേദിക്കാൻ സുദർശന ചക്രത്തിന് കഴിവുണ്ടായിരുന്നു. ഭഗവാൻ വിഷ്ണുവിനോ അദ്ദേഹത്തിന്റെ അവതാരങ്ങൾക്കോ അല്ലാതെ മറ്റാർക്കും ഈ ചക്രം നിയന്ത്രിക്കാൻ സാധിക്കില്ലായിരുന്നു. സുദർശന ചക്രത്തിന്റെ വേഗതയും കൃത്യതയും നിർവചിക്കാൻ കഴിയാത്തതായിരുന്നു. ഒരിക്കൽ ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിട്ടാൽ അതൊരിക്കലും പാഴായി പോകില്ല. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പലപ്പോഴും സുദർശന ചക്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവം കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നാണ്. അർജുനനും കർണനും തമ്മിലുള്ള തീവ്രമായ യുദ്ധം നടക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ കർണന്റെ രഥത്തിന്റെ ചക്രം മണ്ണിൽ താഴ്ന്നുപോയി. ധർമ്മയുദ്ധത്തിന്റെ നിയമങ്ങൾ മറന്ന് കർണൻ തളർന്നുപോയ ആ നിമിഷത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് കർണനെ വധിക്കാൻ ആജ്ഞാപിച്ചു. ഭഗവാൻ തന്റെ സുദർശന ചക്രം ഉയർത്തിപ്പിടിച്ച് കർണന് മുന്നറിയിപ്പ് നൽകി. ആ കാഴ്ച കർണന്റെ മനസ്സിൽ ഭയം നിറച്ചു. മറ്റൊരു ശ്രദ്ധേയമായ സംഭവം ശിശുപാലന്റെ വധമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനോട് നിരന്തരം ശത്രുത പുലർത്തിയിരുന്ന ശിശുപാലൻ ശ്രീകൃഷ്ണനെ 100 തവണ വാക്കുകളാൽ അധിക്ഷേപിച്ചു. ഭഗവാൻ ഓരോ അധിക്ഷേപവും ക്ഷമയോടെ കേട്ടു. എന്നാൽ 101ാമത്തെ അധിക്ഷേപം അവന്റെ വായിൽ നിന്ന് വന്നപ്പോൾ കാത്തിരുന്നത് പോലെ ശ്രീകൃഷ്ണൻ തന്റെ സുദർശന ചക്രം തൊടുത്തുവിട്ടു. മിന്നൽ വേഗത്തിൽ ചക്രം ശിശുപാലന്റെ കഴുത്ത് ഛേദിച്ചു. സുദർശന ചക്രം കേവലം ഒരു ആയുധമായിരുന്നില്ല, അത് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും രക്ഷകനായിരുന്നു. സുദർശന ചക്രം ഉപയോഗിക്കാനും നിയന്ത്രിക്കാനും സാധാരണക്കാർക്ക് കഴിയുമായിരുന്നില്ല. അപാരമായ ശക്തിയും സത്യസന്ധതയും ധർമ്മനിഷ്ഠയും ഉള്ളവർക്ക് മാത്രമേ ഈ ദിവ്യാസ്ത്രത്തെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഭഗവാന്റെ ഇച്ഛാശക്തിയുടെയും സംരക്ഷണത്തിന്റെയും പ്രതിഫലനമാണ് സുദർശന ചക്രം. സുദർശന ചക്രം എന്നും ധർമ്മത്തിന്റെ വിജയത്തെയും അധർമ്മത്തിന്റെ നാശത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.